ദൈവത്തിന് സ്തോത്രം. നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രേരണ നൽകിയ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഈ വാക്യത്തിനകത്ത് ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, അവർ ഭയപ്പെട്ടു. രണ്ട്, നിലവിളിച്ചു. ഈ രണ്ട് പദത്തെയും കൂട്ടിയോജിപ്പിച്ചാൽ ഇസ്രായേൽ മക്കൾ ഭയത്തോടുകൂടി യഹോവയോട് നിലവിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ഭയത്തോടുകൂടി യഹോവയോട് നിലവിളിക്കുന്നത്? 10-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നു. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട്. അപ്പോൾ ഇവർ ഭയപ്പെടാനും നിലവിളിക്കുവാനും കാരണം ഫറവോനും മിസ്രയീമ്യരും അവരുടെ പിന്നാലെ കടന്നു വരുന്നത് കണ്ടിട്ടാണ് അവർ ഭയപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്. ദൈവം പറഞ്ഞതനുസരിച്ചാണ് ഒരു സ്ഥലത്ത് അവർ പാളയമിറങ്ങിയിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അവർ പാളയമിറങ്ങിയിരിക്കുമ്പോഴാണ് ഇസ്രായേൽ മക്കൾക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ ഫറവോനും മിസ്രയീമ്യരും കടന്നു വരുന്നത്. ഒരു സാധാരണ ജനമായിട്ടല്ല അവർ വരുന്നത്. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഫറവോനും പടജനവും വിശേഷപ്പെട്ട 600 രഥങ്ങൾ, മിസ്രയീമിലെ സകല രഥങ്ങളും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളും, ഇങ്ങനെ ഒരു വലിയ കൂട്ടമായിട്ടാണ് അവരുടെ പിന്നാലെ കടന്നു വരുന്നത്. ഈ ജനത്തെ കണ്ടുകൊണ്ടാണ് അവർ ഭയപ്പെട്ട് യഹോവയോട് നിലവിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വലിയ പ്രതിസന്ധിയെ കണ്ടുകൊണ്ട്, ഫറവോനെയും മിസ്രയീമ്യരെയും കണ്ടുകൊണ്ട് അവർ ഭയപ്പെട്ട് യഹോവയോട് നിലവിളിക്കേണ്ട ആവശ്യകതയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 14-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, അവർ ആരെന്നുള്ളതും. രണ്ട്, ഈ പ്രശ്നത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്നും. ഇത് രണ്ടും ആ ജനം തിരിച്ചറിയേണ്ടിയിരുന്നു. ശ്രദ്ധിക്കണമേ, അവർ നിലവിളിക്കാതിരിക്കേണ്ടതിന്, ഭയപ്പെടാതിരിക്കേണ്ടതിന് കാരണമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാ. ഒന്ന്, അവർ ആരെന്നുള്ള ചിന്തയും. രണ്ട്, ഈ പ്രശ്നത്തിൻ്റെ അകത്തുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും. ഒന്നാമതായിട്ട് അവർ ആരെന്നുള്ളതായിരുന്നു. 14-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം കാണുന്നു: എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. അവർ ഭയപ്പെടുകയോ നിലവിളിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഒന്നാമത് അവരാരായിരുന്നു? ദൈവം അവരെ പുറപ്പെടുവിച്ചത് യുദ്ധസന്നാഹത്തോടു കൂടിയായിരുന്നു. ഈ ഫറവോനെയോ പടജനത്തെയോ വിശേഷപ്പെട്ട 600 രഥങ്ങളെയോ മിസ്രയീമിലെ സകല രഥങ്ങളെയോ അല്ലെങ്കിൽ അവയെ സ്തോത്രം അവയ്ക്ക് വേണ്ടുന്ന തേരാളികളോ കണ്ടിട്ട് ഇവർ ഭയപ്പെടേണ്ട കാര്യമില്ല, നിലവിളിക്കേണ്ട കാര്യമില്ല. കാരണം അവരെ ദൈവം പുറപ്പെടുവിച്ചത് യുദ്ധസന്നദ്ധരായിട്ടായിരുന്നു. യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെടുവിച്ചെന്ന് പറഞ്ഞാൽ ഈ വഴിയാത്രയിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ നേരിടേണ്ടതിന് വേണ്ടിയുള്ള അഭ്യസനം ലഭിച്ചവരായിരുന്നു ഇസ്രായേൽ മക്കൾ. പ്രിയമുള്ളവരെ, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇന്ന് കാണുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളുടെ നേരെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പിറകെ വന്നിരിക്കുന്ന ഈ വലിയ പ്രശ്നങ്ങളെയോ പ്രതിസന്ധികളെയോ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നലകളിൽ ഇന്ന് കാണുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടതിന്, അതിനെ ജയിക്കേണ്ടതിന് അഭ്യസനം ലഭിച്ചവരല്ലേ നിങ്ങൾ? ഇന്നലകളിൽ എത്ര പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ വന്നതാണ്. എന്നാൽ അവിടെയെല്ലാം പരാജിതരാകാതെ ജയിച്ചവരായിട്ട് നിൽക്കാൻ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ലയോ? ഇന്നലകൾ വെളിപ്പെട്ട പല പ്രശ്നങ്ങളുടെ നടുവിലും അതിനെ തരണം ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് ബലം നൽകിയില്ലേ? കരുത്ത് നൽകിയില്ലേ? അതിലൂടെ അഭ്യസനം ലഭിച്ചവരല്ലേ നിങ്ങൾ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും നിങ്ങൾ ആരെന്നുള്ള ബോധ്യം നിങ്ങളെ ഭരിക്കണം. ഈ പ്രശ്നങ്ങൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഈ പ്രതികൂലങ്ങൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഇന്ന് നിങ്ങളുടെ നേരെ കടന്നു വന്നിരിക്കുന്ന ഈ പ്രതികൂലങ്ങൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇന്നലകളിൽ
ഈ ദൈവത്താൽ അഭ്യസനം ലഭിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ നിസാരക്കാരല്ല. നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്, ദൈവകൃപയുണ്ട്. ദൈവം നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം നിങ്ങളുടെ അകത്ത് ചലിക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ മേൽ പകർന്ന കരുത്തും ബലവും നിങ്ങളുടെ അകത്തുണ്ട്. ഈ പ്രശ്നങ്ങളെയും ജയിക്കാനും ഇതിനെയും തരണം ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവർ ഭയപ്പെടാതെ നിലവിളിക്കാതിരിക്കാൻ കാരണം രണ്ടാമതായി ഞാൻ പറഞ്ഞത് അവരോടുള്ള ബന്ധത്തിൽ ഈ പ്രശ്നങ്ങൾക്കകത്തുള്ള ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ ദൈവത്തിന്റെ ഉദ്ദേശം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയേണ്ടതിന് എന്നവിടെ വചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഫറവോനും വലിയ സൈന്യവുമല്ലേ. അവരുടെ മുമ്പിൽ നിങ്ങളുടെ ദൈവമായ യഹോവ ആരെന്ന് വെളിപ്പെടുത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളുടെ നേർക്ക് വന്നിരിക്കുന്ന ഈ വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അറിയണം. നിങ്ങളുടെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ നിശ്ചയമായി നിങ്ങളോട് വചനത്തിൻ്റെ പിൻബലത്തിൽ ഓർപ്പിക്കട്ടെ. ഈ കാണുന്ന പ്രയാസങ്ങൾക്കകത്തും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്നലെകളെ നിങ്ങൾ സേവിച്ച ദൈവമാരെന്ന്, നിങ്ങൾ പ്രസംഗിച്ച ആരെന്ന്, നിങ്ങൾ ആരാധിച്ച ദൈവമാരെന്ന് വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ ദൈവത്തിൻ്റെ പദ്ധതി ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഉദ്ദേശം പങ്കുവച്ചാൽ ഫറവോനെയും കൂട്ടരെയും അവരുടെ മുൻപിൽ കൊണ്ടുവന്ന് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ടാണ് ഈ വലിയ പ്രതിസന്ധിയിലൂടെ അവരെ കടത്തിവിട്ടത്. അല്ലെങ്കിൽ ഫറവോനും മിസ്രയീമ്യരും അവരുടെ പിറകെ കടന്നു വരാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾ ഇപ്പോൾ നിലവിളിക്കുന്നത് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാ. എന്നാൽ അങ്ങനെയല്ല ഇസ്രായേൽ മക്കളെ. നിങ്ങൾ അറിയണം, നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് അവരെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ഞാൻ വചനത്തിൻ്റെ പിൻബലത്തിൽ നിങ്ങളോട് പറയട്ടെ, ഇന്ന് കാണുന്ന പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ തളരണ്ട, പ്രയാസപ്പെടണ്ട, ഭയപ്പെട്ട് യഹോവയോട് നിലവിളിക്കണ്ട. ഈ പ്രശ്നത്തിൻ്റെ അകത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് വെളിപ്പെടും, അത് നടക്കും. ആകയാൽ ഭയം വെടിഞ്ഞ്, നിലവിളികൾ വെടിഞ്ഞ്, ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ആരെന്നും ഈ പ്രശ്നത്തിൻ്റെ അകത്തുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തെന്നും തിരിച്ചറിയുക. നിങ്ങളുടെ മേലൊരു ജയമുണ്ടാകും. നിങ്ങളുടെ മേലൊരു ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും. നിങ്ങളുടെ മേലൊരു സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നു. 1, നിങ്ങൾ ആരെന്നറിയുക. 2, ഇന്ന് നിങ്ങളുടെ നേരെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്തുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അറിയുക. അങ്ങനെ അറിഞ്ഞ് ദൈവപ്രവൃത്തി കാണുവാൻ, കേൾക്കുവാൻ, അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.